ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ പുതിയ ചാനൽ യൂട്യൂബിൽ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് വരുന്ന അനുഭവം അതേപോലെ എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് രീതിയിലുള്ള കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അറിയാം നമുക്കൊരു ജിമെയിൽ ഐ ഡി വേണം. നമ്മൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണേണ്ടത് എന്താണ്, നമ്മളെ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു ക്രിയേറ്ററായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്കൊരു കണ്ടന്റ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഏത് രീതിയിലുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. നമ്മൾ ആ കണ്ടന്റിന് ഏതാണോ അത് നമ്മൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് അതിൽ നല്ല വ്യൂസ് ഉള്ളതും നല്ല സബ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ചാനലുണ്ടാവും. ആ ചാനലിൽ നമ്മുടെ ആ വീഡിയോ പോയിട്ട് കാണുക. കണ്ടിട്ട് എങ്ങനെയാണ് അവർ ആ ചാനലിൽ ആ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളത് കാണുക. അത് കണ്ടിട്ട് നമ്മൾ എന്താക്കുക, കൂടുതൽ നമ്മളത് മനസ്സിലാക്കി നിൽക്കുക. കുറച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് വെക്കുക. ഇനിയിപ്പോൾ അഥവാ ഫുള്ള് പഠിക്കാനായിട്ടില്ലെങ്കിൽ ഒരു നോട്ടിലോ കുറച്ച് എഴുതി വെച്ചാൽ നമ്മൾ ജസ്റ്റ് നോക്കി പഠിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ആ നോട്ടിൽ നോക്കി പഠിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് അറിയാനുണ്ടെന്നുള്ളൊരു രീതിയിലുള്ള ഇതാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടാൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള ഇതില്ലേ പഠിക്കാനായിട്ടുള്ള രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് വീഡിയോ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. ഈ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത് കാരണം പല ചാനലുകളിലൊക്കെ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ പറയുന്നത് വേറൊന്നല്ല, അവർക്കൊക്കെ വ്യൂസും സബും കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ബാക്കിയുള്ള അവരെ സബുള്ള ആളുകൾ തന്നെ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ തുടക്കക്കാർക്ക് എന്താണ് പ്രശ്നം അറിയാം, നമ്മളെപ്പോലുള്ളവർക്ക് നമ്മളെ ഡെയിലി ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസും ഉണ്ടാവില്ല, അതേപോലെ സബും കൂടുന്നില്ല, വാച്ചവറും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഒരു കണ്ടന്റ് ഏതാണ് നമ്മൾ ചെയ്യുന്നത് ആ കണ്ടന്റ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഡെയിലി ചെയ്തില്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നെന്നുള്ള രീതിയിലായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ മെച്ചം അറിയോ, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. അതേപോലെ പഠിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാനുള്ള സമയമുണ്ട് നമുക്ക്. നമ്മൾ ഈ തിരക്കിട്ട് നമ്മൾ ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഞാൻ പറയാം. തിരക്കിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഇതുപോലെ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിൽ നമ്മൾ ആ തിരക്കിൻ്റെ ഇതിൽ നമുക്ക് ഒരു ഇത് കിട്ടിയാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് നമ്മുടെ രീതിയിലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് പോസ്റ്റ് ചെയ്യണം, നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവും. കാരണം അത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുമെന്നുള്ള ഇതുവരെ നമുക്ക് ഒരു സംശയമായിട്ട് നമുക്ക് കിടക്കും. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ നമ്മളെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലിട്ട് ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് അഭിപ്രായം, കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റിപ്ലൈ തരാൻ പറയാം. അങ്ങനെ അവർ നല്ല രീതിയിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് നേരെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ നമ്മളല്ല തീരുമാനിക്കുന്നത്, ലൈക്ക് ചെയ്യണമെന്നും സബ് ചെയ്യണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ ഈ ഓഡിയൻസാണ്. അപ്പോൾ ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഓഡിയൻസിന് താല്പര്യപ്പെടുള്ളൂ. അതേപോലെ തന്നെ ഈ ഓഡിയൻസിൽ ഒരു 100-ൽ 65% ആളുകളും ചിലപ്പോൾ ലൈക്ക് ചെയ്തൊന്നും വരില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബും ചെയ്തൊന്നും വരില്ല. പക്ഷെ എന്താ, അവർക്ക് അവരുടെ ആ കാര്യങ്ങൾ നമ്മൾ ആ പറഞ്ഞ എന്താണോ ആ കാര്യങ്ങൾ അവർക്ക് അതിൽ കിട്ടിയിട്ടുണ്ടോ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർക്കത് മനസ്സിലായി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനൽ എന്താവും, യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടോ അത്രയും രീതിയിൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നതിലാണ് നമ്മുടെ വീഡിയോ വൈറലാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു 4 വീഡിയോ ചെയ്തു കൂട്ടുക. ഈ 4 വീഡിയോ ചെയ്തു അങ്ങനെ ഒരു 6-7 മാസം കൊണ്ട് ഒരു 10-60 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 60 വീഡിയോയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും വൈറലാകുക.
അങ്ങനെ ആ ഒരു ഒറ്റ വീഡിയോ നമുക്ക് വൈറലായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് വരുന്നതാണ്, വ്യൂസ് കൂടുന്നതാണ്, നമുക്ക് വാട്സപ്പ് ഷുവറായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഓഡിയൻസ് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കിട്ടും. അതേപോലെ തന്നെ ഓഡിയൻസ് റിട്ടൻഷൻ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരാൾ എത്ര സമയം വരെ കണ്ടു എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. നമ്മളെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കാണാൻ പറ്റുന്നതാണ്. കാരണം ഈ തുടക്കക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നൈസായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ചെയ്യുന്നതിൽ പലരും നമ്മളെ ചിലപ്പോൾ കളിയാക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതേപോലെ നമ്മളെ ലൈക്കും ഈ സബൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ആ രീതിയിൽ നമ്മളെ ചാനൽ മൊത്തം നിർത്തിയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുതല്ലോ. നമ്മളെ ചാനൽ ഏതെങ്കിലും ഒരു നാട് ചിലപ്പോൾ വൈറലായി പോകുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ നിരാശരായിട്ട് വീഡിയോ ചെയ്യാതെ പിന്നെ നമുക്ക് വ്യൂസ് വരുന്നില്ല, സബ് വരുന്നില്ല, അവർക്ക് ഇത്ര സബ് വരുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്ങനെ വരാത്തത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ക്യാൻസൽ ചെയ്ത് നിർത്തി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അവർ തോറ്റു പോകുന്നതിന് സമാനം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഈ ടിപ്സ് ആയിട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതിൽ നമ്മൾ കഴിച്ചിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100% നമ്മുടെ വീഡിയോ വിജയിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ചെയ്യരുത്. നമുക്ക് എന്നും വീഡിയോ നമ്മൾ ചെയ്യുന്നത് നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാം, നേരെ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ അതേപോലെ ജസ്റ്റ് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അവരുടെ തമ്പനയിൽ നമ്മൾ നോട്ട് ചെയ്യാം. തമ്പനയിൽ നോട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. അതേപോലെ തന്നെ അവരുടെ ടൈറ്റിൽ നോക്കുക. ആ ടൈറ്റിലും ഈ തമ്പനയിലും മെയിനാണ്. അപ്പോൾ അവരുടെ തമ്പനയിലില്ലേ, അവരുടെ തമ്പനയിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തമ്പനയിൽ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ അവരുടെ ടൈറ്റിൽ എങ്ങനെയാണോ കൊടുത്തത് ആ ടൈറ്റിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത വീഡിയോൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ഒരു റെക്കമെൻഡ് ആയിട്ട് താഴെ സെറ്റായി കൊടുക്കും. അപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ചാനൽ താഴെ വന്നിട്ട് ചിലപ്പോൾ കാണാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ കാണുന്നതിലാണ് നമുക്ക് എന്താ വ്യൂസ് കൂടുന്നതും സബ്സ്ക്രൈബൊക്കെ കൂടുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ നമ്മുടെ ചാനൽ വൈറലായി കിട്ടും. അപ്പോൾ ഇതിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോ ഒരുപാടായിട്ട് ചെയ്യരുത്. നമ്മളെ തുടക്കക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ചെയ്യരുത്. നമ്മൾ ആഴ്ചയിൽ ഒന്ന് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 1.5 ആഴ്ച കൂടുമ്പോൾ 1 എന്നുള്ള രീതിയിലാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഏതാണോ വീഡിയോ നന്നായിട്ട് പഠിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെയാണ് എൻ്റെ 100% നിങ്ങളുടെ ചാനൽ നല്ല ലെവലായിട്ട് കിട്ടുന്നതാണ്. ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താ പറയുക, എനിക്കിങ്ങനെ അവധം പറ്റിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഇതേപോലെ ഞാനും വാരി വെച്ച് കുറേ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയ്ക്കൊന്നും വലിയ വ്യൂസും ഇല്ല, സംഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഞാനിപ്പോൾ ഒരു 2-3 വീഡിയോ നല്ല രീതിയിൽ എനിക്ക് സെറ്റായി കിട്ടും എന്നുള്ള വിചാരിച്ച വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അത് അതേപോലെ തന്നെ എനിക്ക് സബ് ഇപ്പോൾ കൂടുന്നുണ്ട്. കാരണം 20 ആളുകളിലേക്ക് എനിക്കിപ്പോൾ 180-181 സബ്സ്ക്രൈബ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോലെ പറഞ്ഞ ആൾക്കാർക്ക്, നമ്മളെ ഈ ചെറിയ ചാനൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയും മുന്നോട്ട് ആളുകൾ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകളിലൂടെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക.